നമസ്കാരം. ഇന്ന് തൃശൂരിൽ അമ്മയും കുഞ്ഞും മരിച്ചുവെന്ന ദുഃഖവാർത്തയുണ്ട്. കേരള പോലീസ് അക്കാദമി ക്യാമ്പസിൽ നിന്നും 30 ലക്ഷം രൂപയുടെ മരങ്ങൾ മോഷണം പോയതുൾപ്പെടെയുള്ള വിശദമായ വാർത്തകളാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യം നോക്കാം ന്യൂസ് ടൈമിലെ തലക്കെട്ടുകൾ. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന സംശയം. 30 വയസ്സുള്ള ശില്പ, 5 വയസ്സുകാരൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന ചന്ദന മരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ആളൂരിൽ ജനവാസ മേഖലയിൽ മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്നാണ് സംശയം. 30 വയസ്സുള്ള ശില്പ, 5 വയസ്സുകാരൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മോഹിത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന നിലയിൽ ആയിരുന്നു. തനിക്ക് പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറിക്കിടക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ മൊഴി. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഏറെ സുരക്ഷയുള്ള രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നിന്നും മോഷണം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണെന്ന് അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ പറയുന്നു. പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. അതീവ സുരക്ഷയുള്ള അക്കാദമിയിൽ മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2009-ൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നാണ് ഉഗ്രപ്രഹരശേഷിയുള്ള 9 mm വിഭാഗത്തിൽപ്പെടുത്ത പിസ്റ്റൾ മോഷണം പോയത്. കടത്തിയത് ആരെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. പോലീസ് അക്കാദമിയിലെ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചുമതലയുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥൻ തേക്ക് മുറിച്ചു കടത്തിയതും മുമ്പ് വിവാദമായിരുന്നു. മോഷണത്തിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് സർക്കുലർ ഇറക്കി. രാജവൃക്ഷങ്ങൾ ഏറെയുള്ള അക്കാദമിയിൽ കനത്ത കാവൽ വേണമെന്നും രാത്രികാലങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പ്രത്യേക സർക്കുലറിൽ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. ആളൂരിൽ ജനവാസ മേഖലയിൽ മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. പുക ശ്വസിച്ച് സമീപവാസികൾക്ക് ശ്വാസമുട്ട് അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോളയാറിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കിണറ്റിൽ തള്ളിയ മാലിന്യത്തിനാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീപിടിച്ചത്. സ്വകാര്യ ആശുപത്രിയുടെ മാലിന്യങ്ങളും ഹോട്ടൽ വേസ്റ്റും മറ്റുമാണ് തീപിടിച്ചത്. 8 മണിക്ക് തുടങ്ങിയിട്ടുള്ള പുകയാണ്. നമ്മളിവിടെ മാലിന്യങ്ങൾ കത്തിച്ചിട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ടാങ്കറിൻ്റെ വർക്ക്ഷോപ്പുണ്ട്. അവിടുത്തെ ടാങ്കർ കത്തി എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പരിശോധന നടത്തിയത്. ഞങ്ങൾ ഇന്നലെ 12 മണി വരെ നമ്മളിത് അന്വേഷിച്ചെടുക്കായിരുന്നു. 12 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയാണ് ഉണ്ടായത്. അപ്പോൾ കുട്ടികളുള്ള വീടുകളിലൊക്കെ ശ്വാസം മുട്ടും ചുമയും അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മളിത് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് കണ്ടെത്താൻ ഇന്നലെ കഴിഞ്ഞില്ല. ഇന്നാണ് ഇപ്പോൾ നമ്മൾ നേരെ വെളുത്തപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കണ്ടെത്തിയത്. ഇപ്പോൾ അതിൽ നമുക്കൊരു തോംസൻ്റെ ഒരു ഹോട്ടലിൻ്റെയും പിന്നെ അവരുടെ ആസ്പത്രിയും വേസ്റ്റ് മാലിന്യം കത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഇപ്പോൾ അവരുടെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പേപ്പറും ബില്ലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ സാധനങ്ങളായിട്ടാണ് നമുക്കത് തോന്നണത്. പുത്തഞ്ചിറയിൽ മകൻ മരിച്ചതിനു പിന്നാലെ അച്ഛനും മരിച്ചു. പുത്തഞ്ചിറ മാരേക്കാട് പാറയത്ത് കുഞ്ഞി വേലായുധന്റെ മകൻ 65 വയസ്സുള്ള തിലകനാണ് ആദ്യം മരിച്ചത്. തുടർന്ന് 96 വയസ്സുള്ള കുഞ്ഞി വേലായുധനും മരിക്കുകയായിരുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അച്ഛനും മകനും മരിച്ചത്. സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടത്തി. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രാങ്കണം ഇനി ഹരിതാഭമാകും. ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഹരിതം ഗ്രൂപ്പ് പെരിഞ്ഞിനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷേത്രം കൊട്ടാരവളപ്പിൽ ഹരിതം ഗ്രൂപ്പിന്റെ തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന ഹൈബ്രിഡ് പച്ചക്കറി തൈകളും തെച്ചി, തുളസി, കദളിവാഴ തുടങ്ങിയ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിഷരഹിതമായ വിഭവങ്ങളും ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. സൈറ്റ് ട്രസ്റ്റ് ചെയർമാൻ മൗനി യോഗി സ്വാമി ഹരിനാരായണൻ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഹരിതം ഗ്രൂപ്പ് ചെയർമാൻ ഹരിദാസ് സ്വാമി, കോർഡിനേറ്റർ സജീവൻ പടിഞ്ഞാറേക്കുറ്റിയിൽ, അജിത് പ്രസാദ്, രാജേഷ് PK, വാർഡ് കൗൺസിലർ വിനയകുമാർ, സമിതി പ്രസിഡന്റ് സത്യധർമ്മൻ അടികൾ, ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു.
പടിഞ്ഞാറെ വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ നാഷണൽ ബേർഡ്സ് ഡേ ആഘോഷിച്ചു. കുട്ടികൾ പക്ഷികളുടെ വേഷവിധാനത്തിൽ എത്തിയത് കൗതുക കാഴ്ചയായി. കുട്ടികൾ അവതരിപ്പിച്ച വിവിധതരം പക്ഷികളെക്കുറിച്ചുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ, കലാപരിപാടികൾ, എക്സിബിഷൻ എന്നിവ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് അധ്യാപകരായ റീഗ, ജോളി, ലീന, സരിത, ബാബു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന സംശയം. 30 വയസ്സുള്ള ശില്പ, 5 വയസ്സുകാരൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ആളൂരിൽ ജനവാസ മേഖലയിൽ മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.